സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഒരു വർഷം ഏതാണ്ട് 1 ലക്ഷത്തോളം കുട്ടികളാണ് ഇറങ്ങുന്നത്. IT യും ഡിപ്ലോമയും പോളിടെക്നിക്കുമായിട്ട് കേരളത്തിനകത്തും പുറത്തുനിന്നുണ്ട്. ഈ 1 ലക്ഷത്തിൽ ഭൂരിഭാഗം പേരും സോഫ്റ്റ്വെയർ 10ഉം 15ഉം സോഫ്റ്റ്വെയറുകൾ പഠിക്കുന്നുണ്ട്. ഇനി ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഓട്ടോകാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ എനിക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഉണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റ് ഇതാ എന്ന് പറഞ്ഞൊരു കുട്ടി കാണിക്കും. മറ്റൊരു കുട്ടി പറയാണ് എനിക്ക് ഓട്ടോകാഡിൽ പെർമിറ്റ് പ്ലാൻ വരയ്ക്കാൻ അറിയാം, MEP ഡ്രോയിങ്ങുകൾ വരയ്ക്കാൻ അറിയാം, അതുപോലെ തന്നെ അതിന്റെ KSmart എന്ന് പറയുന്നതിലേക്ക് ലെയറായിട്ട് വരച്ചു കൊടുത്ത് സബ്മിഷൻ ചെയ്യാൻ അറിയാം, അതിന്റെ കംപ്ലീഷൻ പ്ലാൻ വരയ്ക്കാൻ അറിയാം. ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ ആർക്കായിരിക്കും നിങ്ങളാണെങ്കിൽ ജോലി കൊടുക്കുന്നത്? നിങ്ങൾ ചിന്തിക്കും. ഇപ്പോൾ ഫസ്റ്റത്തെ കോഴ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. എനിക്കിപ്പോൾ കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ച് ഒരു പ്ലാൻ വരയ്ക്കാനും വാസ്തു അനുസരിച്ച് ഒരു പ്ലാൻ വരയ്ക്കാനും കൊമേഴ്ഷ്യൽ ബിൽഡിംഗിന്റെ പ്ലാനും അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ എല്ലാം ഫസ്റ്റ് കോഴ്സ് കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇതിൽ നിന്ന്. സ്വന്തമായി എങ്ങനെ നമ്മളൊരു സൈറ്റിൽ പോയി ക്ലയന്റിനെ ഡീൽ ചെയ്യണം, അത് കഴിഞ്ഞ് എങ്ങനെ ഒരു ബിൽഡിംഗിന്റെ പെർമിറ്റ് ഒക്കെ അപ്രൂവ് ചെയ്യണം, 2D ഡിസൈൻസ് ഒക്കെ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ മനസ്സിലായി. ഒരു ബിൽഡിംഗ് പണിഞ്ഞ് ബിൽഡിംഗ് പണിതിന് മുമ്പ് അതിന് പെർമിറ്റ് എടുക്കുന്നതും അതിനുശേഷം കമ്മീഷൻ പ്ലാൻ പോലുള്ള മുനിസിപ്പാലിറ്റി അതുപോലെ പഞ്ചായത്തിൽ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എല്ലാം അറിയാൻ കഴിയുന്നുണ്ട്.